ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മളുള്ളത് കാലിക്കറ്റ് ട്രേഡിംഗ് സെന്ററിന്റെ അടുത്താട്ടോ. ട്രേഡിംഗ് സെന്ററിന്റെ ഉള്ളിൽ ബമ്പൻ കാർ ഷോ എടുക്കുന്നത് അടിപൊളി കാർസ് ആട്ടോ. ഫുൾ ലെവലിൽ തന്നെ ഉണ്ട്. ഇവിടെ വന്ന് കാണാനും കേട്ടോ. അങ്ങനെ ഞങ്ങൾ കാർ ഷോ കാണാൻ വേണ്ടി ഉള്ളിലോട്ട് പോകുന്ന സമയത്താണ് കാർ ഷോ കയറാൻ സമയത്താണ് നമ്മളെ ജസ്ന വ്ളോഗർ അതുവഴി വന്നത്. ഇവിടെ ഒരു ഇഫ്താർ മീറ്റ് നടക്കുന്നുണ്ട്. ഞങ്ങളൊക്കെ ഇഫ്താർ മീറ്റിൽ പങ്കെടുക്കാൻ വന്നതാണ് കേട്ടോ. അങ്ങനെ ഇഫ്താർ മീറ്റിൽ പങ്കെടുക്കാൻ വേണ്ടി അവളും വന്നതാണ്. അങ്ങനെ നേരിൽ കണ്ടപ്പോൾ കാര്യങ്ങൾ ചോദിച്ചു, ഇവിടെ എങ്ങനെയൊക്കെയാണ് ഷോകൾ കാര്യങ്ങളൊക്കെ. ഏതായാലും അങ്ങനെ ഒരുപാട് ആളുകൾ വന്ന് ഈ കാഴ്ചകളെ കണ്ട് ആസ്വദിക്കുന്നുണ്ട്. കുറേ ആളുകൾ വന്നിട്ട് ഫോട്ടോ എടുക്കുന്നു, വീഡിയോ എടുക്കുന്നു, സെറ്റാണ് ഉള്ളു ഫുൾ സെറ്റെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടോ. അങ്ങനെ ഞങ്ങൾ ഇതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് അവിടുത്തെ ഒരു കോർഡിനേറ്റിംഗ് പെട്ട ഒരാളെ പിടിച്ചിട്ടോ. അവിടെ കാര്യങ്ങൾ ചോദിച്ചു. അപ്പോൾ ഇവിടെ ട്രേഡിംഗ് സെന്ററിൽ ഇപ്പോൾ നമ്മൾ പുറത്ത് കണ്ട് ഓട്ടോ ഇതിൻ്റെ എക്സ്പോ നടക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ നടക്കുന്നത്, എന്തിനെ കുറിച്ചാണ്, ഏതൊക്കെ വണ്ടികളാണെന്നുള്ളത്. ഇതിപ്പോൾ കാലിക്കറ്റ് നടക്കുന്ന ഏറ്റവും വലിയ ഓട്ടോ ഷോ ആണ്. കാറിനെ കുറിച്ച്, വാഹനങ്ങളെ കുറിച്ച് ഭ്രാന്തില്ലാത്തവരെയും ഭ്രാന്താക്കുന്ന ഒരു ഇതാണ്. വിൻറ്റേജ്, ക്ലാസിക്, ഓൾഡ് മണി അങ്ങനെ തുടങ്ങി വമ്പൻ കളക്ഷൻ ആയിട്ടുള്ള ഒരു ക്ലാസിക് സ്ഥലം. അതാണ് ഇപ്പോൾ ട്രേഡ് സെന്ററിൽ നടക്കുന്ന ഓട്ടോ ഷോ. അപ്പോൾ കണ്ടോളി, വണ്ടി പാന്തന്മാർക്കും വണ്ടിനെ സ്നേഹിച്ച് പ്രണയിച്ചിറക്കുന്ന ആളുകൾക്കുള്ള ഷോ ആണ് ഇപ്പോൾ കോഴിക്കോട് നമ്മുടെ കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ നടക്കുന്നത്. ഏതെല്ലാം ഐറ്റംസ് പലവിധ വണ്ടികൾ അത്ര മതി. അങ്ങനെയാണ് ഞങ്ങൾ ഒരു മിനി കൂപ്പർ കണ്ടത്. മിനി കൂപ്പറിൽ ഞങ്ങളാണ് കയറി കുത്തിട്ട് ഓരോ ഡയലോഗ് അടിച്ചതിന് കുത്തിരുന്നത്. നോമ്പല്ലേ, സമയം പോണ്ടേ, അങ്ങനെ കുത്തുന്ന കുറേ പറഞ്ഞ് കുറേ ആളുകൾ വന്നിട്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ റെഡിയായി നിൽക്കുന്നൊക്കെ ഇട്ടാ. പക്ഷേ എൻ്റെ ഒപ്പം ഇരിക്കണമെന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ ഒരു മടി. എന്താ അറിയില്ല, ഓൻ്റെ വണ്ടിപ്രേമിയാണോ എന്ന് ഡൗട്ട്. ഏതായാലും ഓൻ്റെ ഓട്ടോ ഇരിപ്പും കണ്ടിട്ട് നല്ല വണ്ടിപ്രേമക്കാരനാണ്. അങ്ങനെ ഓനക്കും വണ്ടി ഞാൻ കമ്പനി അടിച്ചിട്ട് ആ മിനി കൂപ്പറിനെ ഇരുന്നിട്ടോ കുറച്ച് സമയം. അങ്ങനെ അതുമായി നമ്മൾ ജസ്റ്റ് ഒന്ന് പോളോ വെച്ചിട്ടൊരു വീഡിയോ എടുത്തിട്ടോ. ഡ്രോൺ ഞങ്ങൾ ഒരേ സമയം പൊക്കാൻ നോക്കിയിട്ട് പൊന്തില്ലായിരുന്നു. പിന്നെ സെറ്റായി. അങ്ങനെ ഡ്രോൺ വീഡിയോ ഒക്കെ എടുത്ത് അടിപൊളി വീഡിയോ ഒക്കെ ആയിട്ട് അവിടെ അത് ഈ മിനി കൂപ്പറിനെ കിട്ടിയപ്പോൾ മിനി കൂപ്പറിനെ സെറ്റാക്കി എല്ലാ വീഡിയോയും. അങ്ങനെ അത് കഴിഞ്ഞ് ഏകദേശമൊക്കെ നോമ്പ് തുറക്കാനായിട്ട്. ഏതായാലും ഈ വണ്ടി മിനി കൂപ്പർ കല്ലിങ്ങൽ മോട്ടോഴ്സിന്റെ മഞ്ചേരി ടീമിന്റെ വണ്ടി കേട്ടോ. അങ്ങനെ ഇതിന്റെ ഈ വണ്ടിന്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഷാഫിയോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കട്ടെ, ഇവിടുത്തെ ഷോയെ കുറിച്ചൊക്കെ ചോദിക്കാട്ടോ. ഹായ് ഷാഫി, അപ്പോൾ എന്തൊക്കെ വിശേഷം? സുഖല്ലേ? അടിപൊളിയായിട്ട്. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ സെറോന പാർക്ക് വന്നപ്പോൾ കണ്ടാണ് നമ്മളെ മെഗാ ഓട്ടോ ഷോ എന്ന് പറയുന്ന ഒരു പരിപാടിയാണ്. അതെ അതെ. അപ്പോൾ ഇതിൽ എല്ലാവർക്കും എന്താ ഫ്രീ എൻട്രി ആണ്, എല്ലാം ആണ്. അപ്പോൾ നമ്മളിത് കയറി നോക്കി. അപ്പോൾ ഭയങ്കര രസമുള്ള ഒരു ഷോ കണ്ടപ്പോൾ ഇതിനെക്കുറിച്ച് അഭിപ്രായം ചോദിക്കാം. ഷാഫിക്ക് ഇതിനെ കുറിച്ച് പറയാനുള്ളത്? ഇതിനെ പറ്റി അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കേരളത്തിലുള്ള എല്ലാ പ്രിയോൺ കാർസിന്റെ ഷോറൂമുകളും ഇവിടെ ഉണ്ട്. അതെ, ഒരുപാട് കളക്ഷനാണ് ഇവിടെ നാട്ടിലെ. ഇപ്പോൾ നമ്മളെ ഷോറൂം ആയിക്കോട്ടെ, മറ്റുള്ള ഷോറൂമുകളൊക്കെ ഒരുപാട് കളക്ഷൻസ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ വാഹനം നോക്കുന്ന ഒരാൾക്ക് ചിന്തിക്കാൻ വേറെ ഒന്നും ഡൗട്ടില്ലാത്ത രീതിയിൽ തന്നെ എല്ലാ വാഹനം ഇവിടെ കാണാൻ പറ്റും. ഓരോ ഷോറൂമുകളും കയറി ഇറങ്ങേണ്ട ആവശ്യം വരുന്നില്ല. എല്ലാ സ്റ്റോക്കും ഇവിടെ ഉണ്ട്. ഒരു 300-350 സ്റ്റോക്ക് ഇവിടെ ഉണ്ട്. എല്ലാ ഐറ്റംസും. അതേപോലെ വാഹനപ്രേമികൾക്ക് ഈ വാഹനങ്ങൾ കാണുമ്പോൾ തന്നെ അവരെ ജനറേഷനിലെ തന്നെ ഇപ്പോഴത്തെ ജനറേഷനിൽ തന്നെ അവർക്ക് ബോർഡ് സെറ്റ് ചെയ്യാൻ പറ്റും. സെറ്റ് ചെയ്യാൻ പറ്റും. അതൊക്കെ തന്നെയാണ് ഇതിന്റെ ഒരു ഉദ്ദേശം തന്നെയാണ്. പിന്നെ അത്യാവശ്യം നല്ല എൻക്വയറി കാര്യങ്ങൾ നമുക്ക് വരുന്നുണ്ട്. അത്യാവശ്യം ഇപ്പോൾ ഓരോ ഫിലിമുകളിൽ തന്നെ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങളുണ്ട്. പ്രേമലു പറഞ്ഞ ഫിലിമിൽ ഇപ്പോൾ ഈ മിനി കൂപ്പർ ട്രെൻഡായി. അതേപോലെ മാർക്കോല് ഡിഫൻഡർ. അപ്പൊ ഇങ്ങനത്തെ ഫിലിമുകളിൽ തന്നെയാണ് ഒരു നമ്മളെ ജനറേഷന് ഓരോ ഇമ്പാക്ട് കൊടുക്കുന്നത്, ആവേശം കൊടുക്കുന്നത്, വാശി. അതായത് ആവേശം പറഞ്ഞ പോലെ ആവേശം ഫിലിമുകളാണ് പോലീസ്, അത് എല്ലാം ഉണ്ട്. അപ്പൊ ഇങ്ങനത്തെ ഓരോ ഇതുണ്ടാവുമ്പോ തന്നെ ജനറേഷന് ചിന്തിച്ചു തുടങ്ങും. ഇപ്പൊ തന്നെ ബിസിനസ്സിലോട്ട് ഇറങ്ങും. അവരോരോ ഗ്രോത്തും കാര്യങ്ങളും ഈ കാലഘട്ടത്തിൽ. അതെ, ഈ കാലഘട്ടത്തിൽ മനസ്സ് അവര് ഇപ്പത്തെ ലഹരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും ലഹരിക്ക് പുറമെ പോകുമ്പോ ഇപ്പത്തെ ലഹരിയായിട്ട് മാറി. ഇതാണ് ഇപ്പത്തെ ഈ ഓട്ടോ ഷോ കണ്ടന്റ് ചെയ്ത് ഇവർ തന്നെയാണ് കണ്ടന്റ് ചെയ്തില്ലേ. ഈ ട്രേഡ് സെന്ററിന് കണ്ടന്റ് ചെയ്തില്ലേ. നമ്മളെ